ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ഫിലിം ഹബ് 23. ഇന്നത്തെ നമ്മുടെ വിഷയം മോഹൻലാൽ ആരാധകർക്ക് വലിയ വിഷമം സമ്മാനിക്കുന്നതാണ്. കാരണം മോഹൻലാൽ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന രണ്ട് ചിത്രങ്ങൾ അദ്ദേഹത്തിൽ നിന്നും നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കും മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സിനിമാ വാർത്തകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും അഭ്യർത്ഥിക്കുന്നു. മുത്തുവാവ് എന്ന ചിത്രത്തിലൂടെ സംവിധായക കുപ്പായം അണിഞ്ഞ വ്യക്തിയാണ് വിപിൻ ദാസ്. ആദ്യ ചിത്രം പരാജയമായിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് തുടരെ ഹിറ്റ് ചിത്രങ്ങൾ അദ്ദേഹത്തിൽ നിന്നും മലയാള സിനിമാ ലോകത്തേക്ക് ലഭിക്കാൻ തുടങ്ങി. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായ ഗുരുവായൂരമ്പല നടയിൽ എന്ന ചിത്രത്തിന്റെ സംവിധാനവും വാഴയുടെ തിരക്കഥയും വിപിൻ ദാസ് ആയിരുന്നു. വിപിന്റെ ലൈനപ്പിൽ ഉയർന്നു കേട്ട രണ്ട് പ്രധാന പ്രൊജക്ടുകളായിരുന്നു മോഹൻലാലിനൊപ്പമുള്ള കോമഡി ചിത്രവും ഫഹദ് എസ് സൂര്യ കോംബോയിലുള്ള ഗാങ്സ്റ്റർ ചിത്രവും. ഇതിൽ മോഹൻലാലിനോടൊപ്പമുള്ള ചിത്രം പ്രഖ്യാപിച്ചതു മുതൽ മോഹൻലാൽ ആരാധകർ വൻ ആവേശത്തിലായിരുന്നു. ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രത്തിന്റെ വിജയം ആഘോഷിക്കുന്ന സമയത്തായിരുന്നു മോഹൻലാലിനോടൊപ്പം അടുത്ത സിനിമ ചെയ്യുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത്. വിപിൻ ദാസ് ഈ ചിത്രം പ്ലാൻ ചെയ്തത് വെറും ഒരു മോഹൻലാൽ ചിത്രമായിട്ടല്ല. ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ പൃഥ്വിരാജും എത്തുന്നുണ്ടായിരുന്നു. മോഹൻലാലും പൃഥ്വിരാജും എമ്പുരാൻ എന്ന ചിത്രത്തിന് ശേഷം വീണ്ടും ഒരുമിക്കുന്ന ചിത്രം കൂടിയായിരുന്നു വിപിൻ ദാസിന്റേത്. എന്നാൽ ഈ ചിത്രം പൂർണ്ണമായും ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നു. മോഹൻലാൽ തന്നെയാണ് ചിത്രം ഒഴിവാക്കിയത്. അദ്ദേഹം മനോരമ ന്യൂസിന് നൽകിയ ഒരു ഇന്റർവ്യൂവിലാണ് ഇത് വെളിപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ പുതിയ സിനിമ വ്യസനസമേതം ബന്ധുമിത്രാദികളുടെ പ്രൊമോഷന്റെ ഭാഗമായി നടന്ന ഇന്റർവ്യൂവിലാണ് ഈ ചിത്രത്തെ പറ്റിയും ഫഹദ് ഫാസിൽ ചിത്രത്തെ പറ്റിയും വെളിപ്പെടുത്തിയത്. ഫഹദ് ഫാസിൽ ചിത്രം അദ്ദേഹം തന്നെ ഒഴിവാക്കിയതാണ്. മോഹൻലാൽ ഈ ചിത്രത്തിൽ വരുമ്പോൾ മലയാള സിനിമാ പ്രേക്ഷകർ മികച്ചൊരു സിനിമ തന്നെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. ഇനി അത് നടക്കില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു. ഈ പറയാൻ പോകുന്ന ചിത്രം ഉപേക്ഷിച്ചത് മോഹൻലാൽ ആരാധകർക്ക് വൻ അടി തന്നെയാണ്. മോഹൻലാൽ ആരാധകർ ആഘോഷിക്കാൻ കാത്തുവച്ചിരുന്ന സിനിമയായിരുന്നത്. മറ്റൊന്നുമല്ല, ആവേശം എന്ന സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ജിത്തു മാധവനും മോഹൻലാലും വന്നിക്കുന്ന ചിത്രം. അതെ, ഒരു ബാംഗ്ലൂർ ബേസ്ഡ് സ്റ്റോറി ആയിരുന്നു ചിത്രത്തിൻ്റെത്. ഗോകുലം മൂവീസ് ആയിരുന്നു ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്തായാലും ആ ചിത്രവും മോഹൻലാലിന്റെ കൈകളിൽ നിന്നും നഷ്ടമായിരിക്കുന്നു. വിപിൻ ദാസ് മോഹൻലാൽ ചിത്രത്തിനേക്കാൾ ഏറെ വാല്യുള്ള ചിത്രമായിരുന്നു ജിത്തു മാധവൻ മോഹൻലാൽ ചിത്രം. ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറിയിൽ മോഹൻലാലിന്റെ പകർനാട്ടം തന്നെ കാണാൻ മോഹൻലാൽ ആരാധകർ കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ വൻ നഷ്ടമാണ് മലയാള സിനിമയ്ക്ക് ലഭിച്ചത്. മോഹൻലാലിന്റെ ഒരു തകർപ്പൻ പ്രകടനം കാണാൻ കൊതിച്ച മലയാളികൾക്ക് ഏറെ നിരാശ നൽകുന്ന വാർത്ത തന്നെയാണിത്. ഈ വർഷ അവസാനത്തോടുകൂടി ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങാൻ പ്ലാൻ ചെയ്തതായിരുന്നു. ആവേശം എന്ന സിനിമ നമുക്കറിയാം, ഫഹദ് ഫാസിൽ തകർത്തഭിനയിച്ച ചിത്രമായിരുന്നു. ഒരു ബാംഗ്ലൂർ ബേസ്ഡ് ഗാങ്സ്റ്റർ സ്റ്റോറി ആയിരുന്നു. അതുപോലെ തന്നെ ബാംഗ്ലൂർ ബേസ്ഡ് ഗാങ്സ്റ്റർ സ്റ്റോറി തന്നെയായിരുന്നു മോഹൻലാലിനെ വെച്ചും അദ്ദേഹം പ്ലാൻ ചെയ്തത്. ഗോകുലം മൂവീസ് കൂടി ചിത്രത്തിന്റെ ഭാഗമാകുന്നതോടുകൂടി വലിയ കാൻവാസിൽ ഒരുക്കാൻ തന്നെയായിരുന്നു പ്ലാനിങ്. എന്നാൽ മോഹൻലാലിന്റെ ചില ചിത്രങ്ങളുടെ ഡയറ്റുകൾ തമ്മിൽ ക്ലാഷ് ആകുന്നത് കൊണ്ടാണ് ചിത്രം ഉപേക്ഷിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും മോഹൻലാലിൽ നിന്നും ഈ രണ്ട് ചിത്രങ്ങളും നഷ്ടപ്പെട്ടു. മലയാള സിനിമാ പ്രേക്ഷകർക്ക് അതൊരു നഷ്ടം തന്നെയാണ്. എന്തായാലും അടുത്ത മോഹൻലാൽ ചിത്രത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഇനി വരുന്നത് ഓണം റിലീസായി മോഹൻലാലും സത്യൻ അന്തിക്കാടും ഒന്നിക്കുന്ന ചിത്രമാണ്. മോഹൻലാലിന്റെ റെക്കോർഡുകൾ മോഹൻലാൽ തന്നെയാണ് തകർക്കാറുള്ളത്. തുടരും എന്ന ചിത്രമിട്ട റെക്കോർഡുകൾ ഏത് മോഹൻലാൽ ചിത്രമായിരിക്കും തകർക്കുക? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്തുന്നതിനോടൊപ്പം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സിനിമാ വിശേഷങ്ങൾ അറിയാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും അഭ്യർത്ഥിക്കുന്നു.